Hi friends, welcome to Simi's Nadan Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നഗറ്റ്സ് ആട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കാന്നുണ്ടെങ്കിൽ ഒത്തിരി പൈസ ആവും ട്ടോ. അപ്പോൾ അത് അധികം ചിലവൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ. ആദ്യമേ ഈ ചിക്കൻ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്നതിന് മുന്നേ ഇത് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം ഫുൾ പോയതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറിയ പീസായിട്ട് മുറിക്കുക. മുറിച്ചതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഈ ചിക്കനിലേക്ക് 3 വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഇത് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്. ചിക്കൻ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ടാണ് അരിഞ്ഞു വന്നിരിക്കുന്നത്, ഒട്ടും കട്ടയില്ലാണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. പാപ്രിക്ക പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ചില്ലി പൗഡർ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ സോയാ സോസ്, കുറച്ച് ഉപ്പ്, ഒരു ബ്രെഡ് ചെറിയ പീസായിട്ട് മുറിച്ചിടേണ്ടത്, ഒരു ടീസ്പൂൺ കോൺഫ്ലോർ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഷേപ്പാക്കിയെടുക്കാം. അപ്പോൾ അതുണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. ഷേപ്പ് ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തൂത്തിട്ട് വേണം ഇത് ഷേപ്പ് ഉണ്ടാക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിക്കും. ഞാൻ കുറച്ച് എണ്ണ കയ്യിലെടുത്തിട്ടുണ്ട്. 2 കയ്യിൽ നന്നായിട്ട് തൂത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ചെറിയ ബോൾസായിട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടായിരിക്കണം കേട്ടോ. കട്ടിയിൽ വേണം നമ്മൾ ആ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾക്ക് ഇപ്പോൾ ഇതുപോലെ കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കണക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. കുറച്ച് കട്ടിയുണ്ട്. കട്ടിയുള്ള രീതിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഞാൻ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലും ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് കണക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ കേട്ടോ. ഇത് കണക്കെ ഞാൻ ഓരോ ഷേപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹാർട്ട്, പിന്നെ ഫ്ലവർ, പിന്നെ റൗണ്ട്, അങ്ങനെയൊക്കെ ഓരോ ഷേപ്പാണ് ഉണ്ടാക്കിയേക്കണം. ഇനി ഇത് നമുക്കിതിന് പുറമേ ഒരു കോട്ടിങ് ഉണ്ടാക്കണം. അത് ചെയ്യാം. ഇനി നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ഇത് ഞാൻ ഒരു 3 ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. കുറച്ച് കോൺഫ്ലവർ, ഒരു മുട്ട, അത് ഞാൻ ഉപ്പിട്ടിട്ട് അടിച്ചെടുത്തതാണിത്. നമുക്ക് ഈ കോൺഫ്ലവറിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 വശവും നന്നായിട്ട് പറ്റി വരണം. ഇത് എക്സസ് ആയിട്ടുള്ളത് നമ്മളൊന്ന് തട്ടിക്കൊടുക്കുക. അതിന് ശേഷം ഇതിനെ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 വശത്തും മുട്ട പറ്റി വരണം. അതിന് ശേഷം ഇതിനെ മുട്ടയിൽ നിന്ന് എടുത്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ബ്രെഡ് കോട്ട് ചെയ്ത് വരണം. ഇത് കണക്കെ ഇത് നമുക്ക് വേറെ മാറ്റി വെക്കാം. ഒന്നുകൂടെ കാണിക്കാം. ആദ്യമേ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കനെ നമുക്ക് ഈ കോൺഫ്ലവറിൻ്റെ അകത്തിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ കോൺഫ്ലവർ പറ്റിച്ചു കൊടുക്കുക.
അപ്പോൾ ഇതിങ്ങനെ കോൺഫ്ലവറിലേക്ക് ഇടുമ്പോൾ ഇത് കോൺഫ്ലവർ നല്ല കട്ടിക്കായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിത് എക്സസ് ആയിട്ടുള്ളതൊന്ന് വെറുതെ ഒന്ന് തട്ടിക്കളയും ഇങ്ങനെ. അതിന് ശേഷം മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടു വശവും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. മുട്ട നന്നായി പറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് ബ്രെഡ് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ബ്രെഡിൻ്റെ പുറമെ പറ്റിയിരിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇത് കണക്കെ അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതിൽ കോട്ട് ചെയ്തേക്കുന്ന ബ്രെഡ് ക്രംസ് ഞാൻ വറുത്തതല്ല കേട്ടോ, ഇത് നോർമൽ ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തതാണിത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്താലും മതി. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റണം. ഫ്രീസറിലേക്ക് മാറ്റുമ്പോൾ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ വെച്ച് കൊടുക്കാം. ഇത് കണക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിപ്പ് ലോക്കറിൻ്റെ അകത്ത് ഇട്ടേച്ചാലും മതി. ഇതിങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ 2 മാസം വരെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അല്ല, ഇതിപ്പോൾ നമുക്കിപ്പോൾ എടുക്കാനാണെങ്കിൽ തന്നെ ഇതിപ്പോൾ നമ്മളൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ഈ ബ്രെഡൊക്കെ നല്ലതായിട്ട് സെറ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റണേണ്. അപ്പോൾ ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ, ഫ്രിഡ്ജിലല്ല. അപ്പോൾ നെഗറ്റ്സ് എന്തായി നോക്കാം. നമ്മളിത് ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ നോക്കരുത്. ഇതിപ്പോൾ നല്ല ഐസായിട്ടിരിക്കണത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതിങ്ങനെ പുറത്ത് കുറച്ച് സമയം വെച്ചേക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഐസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ട് ഒന്ന് വിട്ട് വരും. ഇതിപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്ത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. നമ്മൾ പുറമേ ചേർത്തേക്കുന്ന ബ്രെഡ് ക്രംസൊക്കെ ശരിക്കും അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിത് നെഗറ്റ്സ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. നെഗറ്റ്സ് വറുക്കുമ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ഒഴിച്ചെടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈയോ അല്ലെങ്കിൽ ഷാലോ ഫ്രൈയോ ഏത് രീതിയിൽ വേണമെങ്കിലും വറുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നല്ല ചൂട് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നെഗറ്റ്സ് ഇട്ട് കൊടുക്കാം. നെഗറ്റ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം കേട്ടോ എണ്ണയിലേക്ക് ഇടാനായിട്ട്. ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആകണ്ട, ഇത് ചെറിയൊരു ബ്രൗൺ അയച്ചാൽ മതി. അതുപോലെ ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടോ വേണം കേട്ടോ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇത് നല്ല കട്ടിക്കല്ല നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അത് മൂത്ത് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് താമസമുണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കരുത്. ഇത് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടു. ഇപ്പോൾ ഇത് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതുപോലെ ഇത് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കൻ നെഗറ്റ്സ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൻ്റെ അകത്തൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല ക്രിസ്പിയാണ്, പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. ഉണ്ടോ, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.